എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നലെ നമുക്ക് ഫുൾ മൂൺ ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഗ്രഹണം ഉണ്ടായിരുന്നു അല്ലേ? ബ്ലഡ് മൂൺ ആയിരുന്നു ഇന്നലെ. അപ്പോൾ യൂഷ്വലി സാധാരണ രീതിയിൽ തന്നെ ഫുൾ മൂൺ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവുകയും ഹൈറ്റൻ ആവുകയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ന്യൂ മൂണിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ചേഞ്ചസ് അല്ല, എന്താണ് അവരുടെ ഫീലിങ്സ്? ഇന്നലെ എന്തായിരുന്നു അവർ നിങ്ങൾക്കായിട്ട് ഫീൽ ചെയ്തിരുന്നത്? ഇന്ന് അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ. ന്യൂ മൂണിൻ്റെ എഫക്റ്റ് കുറച്ച് ദിവസം നിൽക്കും. ഒറ്റയടിക്ക് മാറുമൊന്നുമില്ല. ഗ്രാജ്വലി മാത്രമേ അത് കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ എന്തായിരുന്നു അവരുടെ ഇന്നലത്തെ ഫീലിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇന്നലത്തെ മാത്രമല്ല, ഇപ്പോൾ ഇതുവരെയുമുള്ള അവരുടെ ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് തന്നെ നോക്കാം. ഇന്നലത്തെ എന്ന് മാത്രമാക്കണ്ട, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫോർ യു. ഫുൾ മൂണിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്ന് നോക്കാം. ഓക്കെ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല ഇത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു അവരുടെ പേഴ്സണിൻ്റെ മേലെ ഇന്നലത്തെ ഫുൾ മൂൺ ഗ്രഹണം എല്ലാം തന്നെ എങ്ങനെയാണ് എഫക്റ്റ് ആയിരിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദം ആഫ്റ്റർ യെസ്റ്റർഡേസ് ഫുൾ മൂൺ. ഇന്നലത്തെ ഫുൾ മൂണിന് ശേഷം, ഗ്രഹണത്തിന് ശേഷം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. ഫുൾ മൂണിൻ്റെ ഇമ്പാക്റ്റ്, ഗ്രഹണത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മേലെ എന്നൊന്ന് കാണിച്ചു തരും പ്ലീസ്. പേജ് ഓഫ് കപ്സ്, 6 of wands, 7 of wands, 9 of swords, king of wands, the wheel. രണ്ട് കാർഡ് വന്നേ. ഹൈ പ്രീസ്റ്റസ്, wheel, 8 of wands, 6 of pentacles, lovers, knight of wands, 4 of wands, 4 of pentacles. Clarify 7 of wands, 7 of wands, ace of cups. കുറേ പേരെങ്കിലും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും, ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അതിന് നേരെ മുഖം തിരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. മനഃപൂർവ്വം മനസ്സിലാവാത്ത രീതിയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അൺഡിസ്ക്ലോസ്ഡ് ലവായിട്ട് കാണുന്നു. എന്ത് തന്നെ ആയാലും ഇന്നലത്തെ ദിവസത്തിന് ശേഷം അവർ ചിന്തിക്കുന്ന നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് തരണം. തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഒരു കോള് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് കൂടുതലായിട്ടും എനിക്ക് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നു. അതോടൊപ്പം നിങ്ങളുടെ പഴയ മെസ്സേജസ് ഉണ്ടെങ്കിൽ അത് എടുത്തു നോക്കുന്നുണ്ടാവും. പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ എടുത്തു നോക്കുന്നുണ്ടായിരിക്കും. ഒരു കോൾ, ഒരു മെസ്സേജ്, ഒരു കോണ്ടാക്റ്റ് നിങ്ങളിൽ നിന്നും വേണമെന്ന് അവർ അത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തിരിച്ചും ആവാം. നിങ്ങളെ ഒന്ന് വിളിക്കണം, സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം, നിങ്ങളെ കാണണം എന്നവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നു. ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മിക്കവാറും ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇത് ഇന്നലത്തെ എനർജിയും ആവാം, സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു എന്ന് കാണുന്നു. ഇന്നലെ ആവാം, ഇന്നാവാം കേട്ടോ. ഈ 2 ദിവസത്തിൻ്റെ അകത്തുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും പല തടസ്സങ്ങൾ കാരണം അതിന് നേരെ അത് മനസ്സിലാക്കാത്തത് പോലെ അഭിനയിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർക്കും ഉള്ളിൽ വളരെയധികം സ്നേഹമാണ്
സ്നേഹം എന്താ പറയുക, ഓവർവെൽമിങ് ആയിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. 9 ഓഫ് സ്വാർഡ്സ് വെച്ച് ഉറക്കമില്ല. ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട്, മനസ്സിൽ അടക്കി പിടിക്കുന്നത് കൊണ്ട് വല്ലാത്ത സ്ട്രെസ്സായിട്ട് ഇവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഓവർ തിങ്കിങ്ങിൽ കൂടി പോകുന്നു എന്നും കാണുന്നു. കിങ് ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങൾ ഓട് അവർക്ക് ബഹുമാനവുമാണ്, റെസ്പെക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളെ കാണാൻ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ, നിങ്ങളുടെ പെരുമാറ്റം, അതെല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ടാരോവുമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എന്ന് കാണുന്നുണ്ട്. ഒരുപാട് ടാരോ റീഡിങ്സ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ടാരോ റീഡിങ് എടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം ടാരോയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട് കേട്ടോ. അതിനു പുറമെ ഇവരുടെ അമ്മയിൽ നിന്നോ, അല്ലെങ്കിൽ ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസിൽ നിന്നോ, ഭാര്യ ഭാര്യയിൽ നിന്നോ ഇവർക്ക് എതിർപ്പ് ഫേസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എന്നും കാണുന്നു. അതിനെ പറ്റിയിട്ട് അവർ ബോധേഡാണ്. ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ് അത് കണ്ടുപിടിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുമെന്ന് ഇവർ പേടിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. അങ്ങനെയും ആവാം. ആര് മാരീഡ് അല്ല, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് അല്ല എന്നുള്ള സ്ഥിതിയാണെങ്കിൽ അമ്മയുടെ ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തടസ്സപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. എന്ത് തന്നെ ആയാലും ഈ സിറ്റുവേഷൻ ഒരു ട്രാൻസ്ഫോർമേഷൻ വരും, ഒരു ചേഞ്ച് വരും എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സിറ്റുവേഷൻ എല്ലാം തരണം ചെയ്ത് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ എത്താൻ സാധിക്കും എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പൂർണ്ണമായും അത് വിശ്വസിക്കുന്നുമുണ്ട് കേട്ടോ. നിങ്ങൾക്കായിട്ട് വളരെ സ്പീഡിൽ ഒരു ആക്ഷൻ എടുക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളെ വന്ന് കണ്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്ത ഒരു 8 ദിവസത്തിൻ്റെ അകം നിങ്ങളുടെ ഇടയിൽ ഒരു സംഭാഷണം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും കൂടി ഏറ്റെടുക്കാൻ അവർ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് അവർക്ക് തോന്നാറുണ്ട്. ജന്മജന്മാന്തരമായിട്ട് നിങ്ങളെ അറിയാം, പെട്ടെന്നുണ്ടാവുന്ന ഒരു റിലേഷൻ ഒന്നും അല്ല ഇത് എന്ന് അവർക്ക് തീർച്ചയായിട്ടും തോന്നാറുണ്ട്. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹൈലി ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും കാണുന്നു. നിങ്ങളുടെ ഇൻറ്റുവേഷൻസ് വളരെയധികം കറക്റ്റായിട്ട് വരാറുണ്ട്. നിങ്ങളുടെ ആവാം, നിങ്ങളുടെ പേഴ്സൻ്റെ ആവാം. ഓക്കെ, എന്നും ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് വോൺസ് വെച്ച് ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് യാതൊരു ആക്ഷനും എടുക്കാതെ മിണ്ടാതിരിക്കുകയായിരുന്നു. സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് ഉറങ്ങാതെ അങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് ഒരു സ്പീഡി ആക്ഷൻ എടുക്കണം, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇടയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഞാനിവിടെ സ്പെസിഫിക്കലി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു കല്യാണാലോചന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം, ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു കല്യാണത്തിനെ കുറിച്ചൊക്കെ അവർ തീർച്ചയായും ആലോചിക്കുന്നു എന്ന് കാണുന്നു. ഇത് തേർഡ് പാർട്ടി ഓൾറെഡി ഇല്ലാത്തവർക്കുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും എനിക്ക് അവിടെ കണക്റ്റ് ആവുന്നത്. അവരവരുടെ സ്നേഹം വെളിപ്പെടുത്തിയിട്ടില്ല, മനസ്സിൽ അടക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ് എന്നും കാണുന്നുണ്ട്. അതേസമയം നിങ്ങളെ പ്രതി അവർ പൊസസീവാണ്, പ്രൊട്ടക്റ്റീവ് ആണ് എന്നും കാണുന്നു കേട്ടോ. നിങ്ങൾ മറ്റാരുടെങ്കിലും കൂടെ, നിങ്ങളെ സ്പൗസ് ആണെങ്കിൽ പോലും കൂടെ കണ്ടാലൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുത്ത് തരാം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സിൽ എന്താണെന്നൊന്ന് പറഞ്ഞു തരും. ഒരു ഭാഗത്തേക്ക് വെയിറ്റ് വരിക. എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സിൽ
വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സിൽ എന്താണെന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സിൽ അവർക്കായിട്ട് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. കുറച്ച് കാർഡ്സ് കൂടി തരൂ ഇതിന്. ഫുൾ 5-6 കാർഡ് എടുത്തിട്ട് ഒരുമിച്ച് പറയാം കേട്ടോ. ഏസ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ഓക്കെ, 8 ഓഫ് പെൻഡക്കിൾസ്, മൂൺ, പേജ് ഓഫ് വാൻഡ്സ്, 2 കാർഡ് കൂടെ എടുക്കാം. 6 ഓഫ് സ്വാർഡ്സ്, 9 ഓഫ് കപ്സ്, 2 ഓഫ് വാൻഡ്സ്. പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവരവരുടെ സ്നേഹം വെളിപ്പെടുത്താതിരിക്കുന്നതെന്നും കാണുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത് കേട്ടോ. ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കിയിട്ടും ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, റിസ്ക് എന്ത് തന്നെ ആയാലും അത് വരുന്നിടത്ത് കാണാം എന്നുള്ള രീതിയിൽ ആദ്യം കാര്യങ്ങൾ മുന്നോട്ട് നീക്കട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ സ്നേഹം നിങ്ങളോട് കൺവേ ചെയ്യണം എന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പല രീതിയിൽ അവർ വിഷമിപ്പിച്ച് കാണും. കാരണം നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും മുഖം തിരിച്ചിരിക്കുകയാണല്ലോ. അതിന് മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രാവശ്യം അവർ സോറി ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അതേപോലെ വേറെ ഒരു കാര്യം എനിക്ക് ഇവിടെ പെട്ടെന്ന് ഇപ്പം കണക്റ്റ് ആയത്, നിങ്ങളിൽ നിന്നും എന്തോ ഒരു പെരുമാറ്റം അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മനസ്സ് വേദനിപ്പിക്കുന്ന പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കാം. അതിന് നിങ്ങളൊരു സോറി പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് അങ്ങനെയും കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്നും എന്തോ ഒരു നിങ്ങളുടെ ഭാഗത്ത് നിന്നും മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോ ഒരു പെരുമാറ്റം അവർക്കായിട്ടുണ്ടായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അങ്ങനെ നിങ്ങളുടെ ഭാഗത്ത് അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞേക്കൂ. അതുപോലെ നിങ്ങൾ കൂടുതലായും വർക്ക് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, അവർ ജോലിയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വല്ലാത്തൊരു മിസ്സിങ് എനർജി അവിടെ കാണുന്നു. അതോടൊപ്പം തന്നെ ഇൻസെക്യൂർ ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവിടെയാണ് കൂടുതലായും നമുക്ക് ഇൻസെക്യൂരിറ്റി വർക്ക് ആവുന്നത്. ഓക്കെ, പേജ് ഓഫ് ഫോൺസ് വെച്ച് എന്ത് പ്രശ്നങ്ങൾ തന്നെ ആയാലും അതെല്ലാം സംസാരിച്ച് പരിഹരിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും മനസ്താപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പലർക്കും ലോങ് ഡിസ്റ്റൻസ് ആണ്, അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് എന്നും കാണുന്നു. എന്ത് തന്നെ ആയാലും അവിടെ ഒരു കൺഫ്യൂഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ. ബാക്കിയെല്ലാം ആരൊക്കെ കൂടെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ കൂടെ ഉള്ളതിലുള്ള സന്തോഷം അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു 5-6 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. 2 കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് മെസ്സേജസിലേക്ക് പോകാം. 2 കാർഡ് കൂടി തരൂ ഡിവൈൻ. 2-3 എടുക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിന് വേണ്ടിയിട്ട് 2-3 കാർഡ് കൂടെ തരൂ. വേൾഡ്, ഞാൻ പറഞ്ഞില്ലേ ലോങ് ഡിസ്റ്റൻസ് ആണ്. ഒരുപാട് പേര് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് അവർക്ക് വല്ലാത്തൊരു ബോധറേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നും കാണുന്നു. നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഡെവിൾ, അവർ വിട്ടു പോകാൻ ശ്രമിച്ചാലും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പറയണ്ട, വിട്ട് നിൽക്കാം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ച് കാണും ഇവർ കേട്ടോ. പക്ഷെ അവർക്ക് അതിന് കഴിയാറില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും ചിന്തകൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഓടി എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് കപ്സ്. പലരും ഞാൻ പറഞ്ഞില്ലേ സ്നേഹം പുറമേക്ക് പ്രകടിപ്പിച്ചിട്ടില്ല.
തുറന്ന് പറഞ്ഞിട്ടില്ല എന്നൊരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരൊരു തീരുമാനം എടുത്തിരിക്കുന്ന എന്താ, അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു എന്താ പറയുക, തീരുമാനമെടുത്ത് മുന്നോട്ട് വരാമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഓക്കെ, ചാരിയറ്റ് പറഞ്ഞില്ലേ, തീരുമാനത്തോടു കൂടി മുന്നോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നു. അത് ധൃതി വെച്ചിട്ടാണ്, ഇനി വെയിറ്റ് ചെയ്യുന്നില്ല. സ്വിഫ്റ്റ് ആക്ഷൻ, പെട്ടെന്ന് ഒരു ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇനി വൈകിച്ചാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ എത്രയും പെട്ടെന്ന് സ്വിഫ്റ്റായിട്ട് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരാം എന്നുള്ളൊരു രീതിയിലാണ് അവർ എന്താ പറയുക, ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, നമുക്കൊരു ലാസ്റ്റ് കാർഡ് എടുത്തിട്ട് ഒന്ന് ഷഫിൾ ചെയ്തിട്ട് ലാസ്റ്റ് കാർഡ് എടുക്കാം. ലാസ്റ്റ് കാർഡ് പ്ലീസ്. 10 ഓഫ് വാൻസ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലുള്ളവർ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു 5-6 ദിവസത്തിനകം സ്നേഹം തുറന്നു പറഞ്ഞിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധ്യത ഉള്ളതായിട്ട് അവിടെ കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ്, ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസും കൂടെ ഒന്ന് എടുത്തു തരാം. ഹാൻഡ് റിട്ടൺ മെസ്സേജസിൽ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മുഴുവൻ വായിക്കാം കേട്ടോ. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്. നിങ്ങളെ നിറകെ കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട് അവർക്ക് കേട്ടോ. ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് ഹഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുമല്ലോ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുകയാണ് അവർ. യു ആർ സോ സ്പെഷ്യൽ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അവർ പറയുന്നു. യു ആർ മൈ സ്റ്റാർ. നിങ്ങൾ അവരുടെ സ്റ്റാറാണ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് 1, 10. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ, സന്തോഷമാണോ എന്ന് ചോദിക്കുകയാണ്. ഐ ഫോർഗെറ്റ് മൈസെൽഫ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവരെ തന്നെ മറന്നു പോകാറുണ്ടെന്ന് പറയുന്നു കേട്ടോ. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു. ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണ് കേട്ടോ. ഡോണ്ട് ബി ആംഗ്രി വിത്ത് മീ, ഐ എം ഹെൽപ്ലെസ്. അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവരോട് ദേഷ്യപ്പെടരുതേ എന്ന് പറയുകയാണ് കേട്ടോ. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. യു ആൻഡ് മീ ബാലൻസ്ഡ്, കണക്റ്റഡ് ഇൻ ഹാർമണി. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ്. ഐ എം തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ. നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ് കേട്ടോ. കമ്മിറ്റ്മെൻറ്റ്, ഞാൻ പറഞ്ഞല്ലോ, 4 ഓഫ് വാൻസ് ഇൻ എനർജി അല്ലേ. ഐ വോണ്ട് ടു ബി വിത്ത് യു. നിങ്ങൾ മതി അവർക്ക്, അവർ നിങ്ങളുടെ കൂടെ എന്നും വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഫോളിങ് ഫോർ യു, ന്യൂ ലവ്, ന്യൂ പ്രപ്പോസൽ ഒക്കെയാണ്. അതെ, ലവ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. റെസ്പെക്ട് യു ഇമ്മൻസ്ലി. കിങ് ഓഫ് വാൻസ് ഇൻ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. നിങ്ങൾക്ക് അവരെക്കാൾ നല്ലൊരു വ്യക്തി കിട്ടുമെന്ന് അവർ പറയുകയാണ്. യു ഹാവ് ലൈറ്റ് ടു മീ എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അത് ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം വെളിപ്പെടുത്താത്തത് അല്ലേ. അവരാണ് നിങ്ങളുടെ അടുത്ത് സത്യം പറയാത്തത്. യുവർ ഹാൻഡ്സ് ആർ ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ കൈകൾ സുന്ദരമാണ്. നമ്പേഴ്സ് 5, 14, 23. നമ്പേഴ്സ് 2, 11. യു ആർ സോ മിസ്റ്റീരിയസ്. അത് ഹൈ പ്രീസ്റ്റസിൻ്റെയും എനർജിയാണ്. നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് മിസ്റ്റീരിയസ് ആണെന്ന് പറയുന്നത്. ക്യാൻ വി ടോക്ക്? നമുക്ക് സംസാരിക്കാൻ സാധിക്കുമോ? ന്യൂ ലവ്, ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ലവ്, ന്യൂ പ്രപ്പോസൽ. ലിബ്ര, വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. വീണ്ടും ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു. ഐ എം കൺഫ്യൂസ്ഡ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് അവർ കൺഫ്യൂസ്ഡ് ആണ്. യു ആർ ഡ്രൈവിംഗ് മീ ക്രേസി. കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഈ വട്ട് പിടിക്കുന്നത്. ഏരീസ്, മേടം. ജെമിനായി, മിഥുനം. ഐ ലവ് യു. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. ഐ വോണ്ട് ടു കം ഇൻ ടു ബാലൻസ് വിത്ത് യു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. യു ആർ മൈ ലവ്, മൈ ലൈഫ്, മൈ വേൾഡ്. നിങ്ങളാണ് അവരുടെ എല്ലാം, ചുരുക്കി പറഞ്ഞാൽ കേട്ടോ. അവരുടെ സ്നേഹം, അവരുടെ ലോകം, അവരുടെ ജീവിതം എല്ലാം നിങ്ങളാണ്.
പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഐ ഫീൽ ലൈക്ക് വി ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. ലവേഴ്സിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങളുടെ എന്നവർ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട്. 4 ഓഫ് വാൻസിൻ്റെ എനർജി. 2 souls 1 heart with you, I choose love every single day. നിങ്ങൾ മതി അവർക്ക് അല്ലേ. 222 റീയൂണിയൻ, നിങ്ങളെ കാണാൻ വരുന്നു 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 എന്ന് തന്നെയല്ലേ കണ്ടത്. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു, അവരൊന്ന് വിളിക്കാമോ എന്ന് അവർ ചോദിക്കുകയാണ് കേട്ടോ. ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഇൻ മൈ ലൈഫ്. അവർ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളെ അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്തേന്ന് കേട്ടോ. ലിയോ ചിങ്ങം. ഐ ലവ് യു എത്ര പ്രാവശ്യം? നമ്പർ 6, 15, 24. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. ഹാവ് യു മൂവ്ഡ് ഓൺ, അവരെ വിട്ടുപോകാൻ തീരുമാനിച്ചോ? ക്യാപ്രിക്കോൺ മകരം. മെസ്സേജ് മീ, കോൾ മീ. ഓക്കെ. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. നിങ്ങളുടെ അടുത്ത് അവർ സത്യം പറഞ്ഞില്ല, അവരുടെ സ്നേഹം മറച്ചു വെച്ച് സംസാരിച്ചു അല്ലേ. സാജിറ്റേറിയസ് ധനു. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ് കാരണമാണ് അവരങ്ങനെ ചെയ്തത്. ഐ എം ഗെയിനിങ് ക്ലാരിറ്റി അബൌട്ട് അവർ റിലേഷൻഷിപ്പ്. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിപ്പോൾ അതിനെപ്പറ്റി നല്ല മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ അവർ പറയുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീഡിങ്. അപ്പോൾ നമ്മളുടെ ഒരു ഫുൾ മൂണിൻ്റെ എഫക്റ്റ് വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ. മെസ്സേജസിൽ എത്ര പ്രാവശ്യമാണ് ഐ ലവ് യു വന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. വേറൊന്നും ഇല്ല. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. വേറൊന്നും ഇല്ല. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു. ബൈ.